തണൽ തേടും കുളിർച്ചോല തേടും ഒരു നിഴലിനായി എങ്ങും തിരയും ഈ മരുഭൂവിൻ പൂന്തണലേകാൻ തെളിനീരു നൽകാൻ വേഗം വരുമോ നീ എൻ ജീവനാഥ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല പ്രഭാതത്തിനായി ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഇന്ന് നോമ്പിൻ്റെ 17-ാം ദിനം. സാമാന്യമായ മനോനിയന്ത്രണം ഋഷിതുല്യമായ ജീവിതം നയിച്ച ഒരാളെ കൊണ്ടേ സാധ്യമാകൂ. യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നാവിനെ നിയന്ത്രിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. നാവിൻ്റെ നിയന്ത്രണം സാധ്യമാകുവാൻ ഇന്ദ്രിയാനുഗ്രഹം സാധിച്ച വ്യക്തിയെക്കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ. ഏത് ശരീരാവയവങ്ങളെക്കാളും അനിയന്ത്രിതമായിട്ടുള്ളത് നാവാണ്. നാവിനെ നിയന്ത്രണത്തിൽ ഒതുക്കുവാൻ വാക്കിൻ്റെ മറുകര കണ്ടവനെ സാധ്യമാകൂ. ആർത്തുലയുന്നതായ സമുദ്രത്തിൽ അമരക്കാരൻ കപ്പൽ നിയന്ത്രിക്കുന്നതിലും പ്രയാസമാണ് നാവിൻ്റെ നിയന്ത്രണം സാധ്യമാക്കുക എന്നത്. ഒരിക്കൽ പോലും നമ്മുടേതും അവരിൻ്റേതും ജീവിതാവസാനം ബാധിക്കുന്നത് നാവിൽ നിന്ന് പുറപ്പെടുന്നതുമായ വാക്കുകൾ തന്നെയാണ്. സ്തുതിഗീതങ്ങൾ ഉയരുന്നതായ നാവിൽ നിന്ന് തന്നെ പരിഹാസത്തിൻ്റെയും നിന്ദയുടെയും ശാപത്തിൻ്റെയും കയ്പുനീര് ഉയരുന്നത് ഒത്തിരി നിരാശയോടെ വേദനയോടെ നാം അനുഭവിക്കുന്നവരാണ്. കേൾപ്പാൻ വേഗതയും പറയുവാൻ താമസവുമുള്ളവൻ ആയിരിക്കട്ടെ. നാവിനെ കടിഞ്ഞാണിട്ട് കാക്കുന്നവൻ ജ്ഞാനിയാണ്, അവനാണ് വിവേകി. ജ്ഞാനി ഇന്ദ്രിയങ്ങളിൽ ജയിച്ചവൻ ആയതിനാൽ തന്നെ മുൻകോപങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു. അറിവുള്ളവൻ ശാന്തനും സൗമ്യനും ആകുന്നു. പ്രിയരെ, ഈ നോമ്പുകാലം നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് വാക്കുകളുടെ മേൽ അപരമായ നിയന്ത്രണം സാധ്യമാകുക എന്നതാണ്. നാവിനെയും വാക്കിനെയും ജയിക്കുന്നവൻ ശരീരത്തിൻ്റെ ഇച്ഛകളെ മറികടക്കും എന്നതിന് സംശയം വേണ്ട. പ്രിയരെ, ഈ നോമ്പുകാലം നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് വാക്കുകളുടെ മേൽ അപരമായ നിയന്ത്രണം സാധ്യമാകുക എന്നതാണ്. നാവിനെയും വാക്കിനെയും ജയിക്കുന്നവൻ ശരീരത്തിൻ്റെ ഇച്ഛകളെ മറികടക്കുവാനാകും എന്നതിൽ സംശയം വേണ്ട. സമാധാനത്തിൻ്റെ വിളഭൂമിയിൽ നാം അറിയുന്നതായ മനുഷ്യത്വത്തിൻ്റെ വിത്തുകൾ 30, 60, 100 മേനി വിളയും എന്നതിലും സംശയം വേണ്ട. ഈ നോമ്പ് നാളുകളിൽ നമ്മുടെ നാവിനെ നമുക്ക് നിയന്ത്രിക്കാം. കാരണം നാവ് തീയാണ്. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.